വന്ദേഹം പദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗഗണ രഘുനാഥന്യുതം തം സജ്ജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീ വിശാഖാന്യതാംശ്ച. നമോ ധന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ ഗൗരത്തിഷ്യേ നമോ നമഃ. കലോ പ്രഥമസന്ധ്യായാം ലക്ഷ്മീകാന്തോ ഭവിഷ്യതി ദാരിബ്രഹ്മ സമീപസ്ഥ സന്യാസി ഗൗരവിഗ്രഹ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഇന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ അവതാരികയില് 13ാമത്തെ പേജാണ് വായിക്കുന്നത്. ആദ്യം നമുക്ക് അത് വായിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ഹരേ കൃഷ്ണ. ഭൗതിക ബോധത്തിൽ നാം ഒട്ടും സ്നേഹയോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. നാം നമ്മുടെ സ്നേഹം പൂച്ചകൾക്കും നായ്ക്കൾക്കും നൽകി മരണസമയത്ത് അവയെ ചിന്തിക്കേണ്ടി വരികയും തത്ഫലമായി പൂച്ചകളുടെയും നായ്ക്കളുടെയും കുടുംബത്തിൽ ജനിക്കേണ്ടി വരികയും ചെയ്യുന്ന അപകടമുണ്ടാക്കുന്നു. മരണസമയത്ത് നമ്മുടെ അവബോധമാണ് നമ്മുടെ അടുത്ത ജന്മം നിശ്ചയിക്കുന്നത്. വേദശാസ്ത്രങ്ങൾ ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിൽ കാർക്കശ്യം പുലർത്തുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനോട് വളരെയധികം ആസക്തി ഉള്ളവളാകുന്ന പക്ഷം മരണസമയത്ത് അവൾ അവനെക്കുറിച്ച് ചിന്തിക്കുകയും അടുത്ത ജീവിതത്തിൽ ഒരു പുരുഷ ശരീരത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. പൊതുവെ ഒരു പുരുഷന്റെ ജീവിതം സ്ത്രീയുടെ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം പുരുഷന് ആധ്യാത്മിക ശാസ്ത്രം മനസ്സിലാക്കുന്നതിന് കൂടുതൽ സൗകര്യങ്ങളുണ്ട്. എന്നാൽ പുരുഷനും സ്ത്രീക്കും തമ്മിൽ വിവേചനം കൽപ്പിക്കാത്ത കൃഷ്ണാവബോധ പ്രക്രിയ ഏവർക്കും അതീവ ഹൃദ്യമാണ്. ഭഗവത്ഗീത 9:32 ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, എന്നെ ആശ്രയം പ്രാപിക്കുന്ന ഏതൊരുവനും ഒരു സ്ത്രീയോ ശൂദ്രനോ വൈശ്യനോ അല്ലെങ്കിൽ അഥവാ ജന്മത്തിലുള്ള മറ്റാരെങ്കിലും ആയാലും എൻ്റെ സഹവാസം നേടുമെന്ന് ഉറപ്പാണ്. ഇത് കൃഷ്ണന്റെ വാഗ്ദാനമാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവബോധം. ഭൗതിക അവബോധത്തിൽ നാം ഒട്ടും സ്നേഹയോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പം അവബോധം എന്താണ്? അവബോധം എത്ര രീതിയിലുണ്ട്? അവബോധം എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള അവബോധമുണ്ട്, ആധ്യാത്മികമായ അവബോധവുമുണ്ട്. നമ്മൾ ഈ ഭൗതികതയിൽ നിന്നും ആധ്യാത്മികമായ അവബോധത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജപവും ഭാഗവത ചൈതന്യ ചരിതാമൃത ഭഗവത്ഗീത തുടങ്ങിയുള്ള ഗ്രന്ഥപാരായണങ്ങളും പിന്നെ എന്താണ് സത്സംഗങ്ങള്, ഏകാദശി പോലെയുള്ള വ്രതങ്ങള്. അപ്പൊ നമ്മുടെ ബോധത്തിനെ നമ്മുടെ ആ ഭൗതിക അവബോധത്തിൽ നിന്നും ആധ്യാത്മിക അവബോധത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പ്രഭുപാദിൽ ആദ്യം തന്നെ പറയുന്നത്. പിന്നെ പറയുന്നതാണ്, നമ്മുടെ സ്നേഹം പൂച്ചകൾക്കും നായ്ക്കൾക്കും നൽകി മരണസമയത്ത് അവയെ ചിന്തിക്കേണ്ടി വരികയും തൽഫലമായി പൂച്ചകളുടെയും നായ്ക്കളുടെയും കുടുംബത്തിൽ ജനിക്കേണ്ടി വരികയും ചെയ്യുന്ന അപകടമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പല വീടുകളിൽ, ഇവൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്ന ആൾക്കാരുടെ വീടുകളിൽ പോലും പൂച്ചകളെ ഉണ്ടാവും, പട്ടികളുണ്ടാവും, പിന്നെന്താണ് തത്തകളെ വളർത്തുന്നുണ്ടാവും, മൈനയെ വളർത്തുന്നുണ്ടാവും, പ്രാവിനെ വളർത്തുന്നവരുണ്ടാവും. പിന്നെ പക്ഷികളായിട്ടുള്ള ഇതൊക്കെ കൂടാണ്ട് മത്സ്യം, നമുക്ക് ബോട്ടിൽ വെള്ളം നിറച്ച് അതിൽ മത്സ്യം വളർത്തുന്നവരുണ്ടാവും. പിന്നെ സാധാരണ ആൾക്കാരാണെങ്കിൽ എന്താ പറയാ, ആട്, കോഴി, മുയല്, പശുക്കള്, ഇങ്ങനെയൊക്കെ വളർത്തുന്നുണ്ട്. ചൈനയിലും മറ്റുമൊക്കെ ആണെങ്കിൽ ഇതുമല്ല, അവർ വളർത്തുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പാമ്പുകളൊക്കെ വളർത്തുന്നുണ്ട്. അവരുടെ ആഹാരത്തിന് വേണ്ടിയാണ് അവര് പാമ്പ്, തവള, എന്താ പറയാ, പാറ്റ, പഴുതാര, ഇങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം തിരിച്ച് കടിക്കുന്ന പാമ്പിനെ പോലും അവർ വെറുതെ വിടില്ല. അവരെല്ലാം ഇങ്ങനെ വളർത്താറുണ്ട്. അതൊക്കെ ആവശ്യത്തിന് അവര് കറി വെച്ച് കഴിക്കാറുമുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ജീവികളെ നമ്മൾ പൂച്ചയും പിന്നെ അല്ലെങ്കിൽ പക്ഷികളെ, തത്തമ്മ ഒക്കെ വളർത്തുന്നത് നമ്മുടെ ബോധത്തിനെ അതിലേക്ക് കൊണ്ടുപോകും.
നമ്മളറിയില്ല. ഭാഗവതത്തില് ജഡഭരതൻ എന്ന് പറയുന്ന ഒരു വലിയ ഭക്തന്റെ കഥ പറയുന്നു. ജഡഭരതന് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ അദ്ദേഹം വാനപ്രസ്ഥ സ്റ്റേജിൽ രാജ്യമൊക്കെ ഭരണമൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം കാട്ടിലേക്ക്, ഭാര്യയും ഒക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം കാട്ടിലേക്ക്, അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്താ നല്ല രീതിയിൽ ഭക്തിയുടെ ഭഗവത്സേവനമൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ഒരു ദിവസം അദ്ദേഹം തന്റെ ആശ്രമത്തിൽ നിന്ന് നോക്കുമ്പോൾ പുഴയിലൂടെ അങ്ങനെ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നു, നല്ല തണുത്ത കാറ്റ്, എല്ലാം അങ്ങനെ കണ്ട് അങ്ങനെ നാമൊക്കെ ജപിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു എന്താ പറയാ, ഒരു മാന് പ്രാണവേദനയോടുകൂടി ഗർഭിണിയായ ഒരു മാന് ആ പുഴയുടെ തീരം വഴി ഓടി വരുന്നത് കണ്ടു. പുറകെ നോക്കിയപ്പോൾ ഒരു വലിയൊരു മൃഗം ഇതിനെ ഓടിച്ചുകൊണ്ട് വരികയാണ് പിടിച്ച് തിന്നാനായിട്ട്. അങ്ങനെ ഈ മാന് പ്രാണവേദനയോടുകൂടി ഈ പുഴയിലേക്ക് എടുത്ത് ചാടുന്നതും ഈ വേദനയും വെപ്രാളവും പേടിയും എല്ലാം കാരണം ഈ തള്ള മാന് അപ്പോഴെ തന്നെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ ആ തളർച്ചയിൽ ആ അമ്മ മാന് ഒഴുക്കിൽപ്പെട്ട് ഒഴുകി പോകുന്നു. ഈ കുട്ടി കയ്യും കാലിട്ട് അടിക്കുന്നു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളില് സ്വാഭാവികമായ ഒരു ദയ, ഒരു കാരുണ്യം ഉണ്ടാവുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ ചാടി നീന്തിപ്പോയി ആ മാൻകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വളർത്തുകയും ചെയ്തു. അങ്ങനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം അദ്ദേഹം കഴിക്കുന്ന ഫ്രൂട്ട്സിന്റെ ഒക്കെ ബാക്കിയൊക്കെ കൊടുത്ത് അതിനെ അങ്ങനെ വളർത്താൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. ആ മാനും ഇദ്ദേഹമായിട്ട് വളരെയധികം നല്ല ഒരു സുഹൃത്ബന്ധം ഉണ്ടായി. എപ്പോഴും മാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. ഇദ്ദേഹത്തിനും മാനിനെ വിട്ടു നിൽക്കാനുള്ള ഒരു താല്പര്യമില്ല, എപ്പോഴും മാൻ അടുത്ത് വേണം. അങ്ങനെ ഒരു വളരെ നല്ലൊരു സുഹൃത്ബന്ധം ഉണ്ടായി. അവസാനം ഇദ്ദേഹം വാർദ്ധക്യം വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ചിന്ത എല്ലാം മൊത്തം മാറി എന്ന് പറഞ്ഞാല് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിച്ച് വന്നത്? എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ബോധത്തിൽ ജീവിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ധാരണയും ചിന്തയും കൊണ്ടാണ് ഇദ്ദേഹം വന്നതെങ്കിലും ഇദ്ദേഹത്തിന് പിന്നെ ആ ഭഗവത് ചിന്ത മാനിന്റെ ചിന്തയായിട്ട് മാറി. അങ്ങനെ ഇദ്ദേഹം ആ വാർദ്ധക്യം വന്നു, അസുഖങ്ങളായിട്ട് കിടന്നു. അപ്പോ ചിന്ത മൊത്തം മാനിനെ കുറിച്ചായി. താൻ മരിക്കാൻ പോകുന്നു, താൻ വളർത്തുന്ന ഈ മാനിനെ രക്ഷിക്കാൻ ഇനി ആരുണ്ട്? അതുപോലെ ആ മൃഗങ്ങള്, പുലിയും സിംഹവും ഒക്കെ വന്ന് ഈ മാനിനെ ഒന്ന് തിന്നുമോ എന്നുള്ള ആ പേടി കാരണം ഇതിന് ഉറക്കമില്ലാതെ ഊണില്ലാതെ അദ്ദേഹം ഇതിന് തന്നെ ചിന്തിച്ച് ജഡഭരതൻ മരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മരണസമയത്ത് എന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നോ അതായി തീരുമെന്നാണ് നമ്മുടെ പുരാണം പറയുന്നത്, ഭഗവത്ഗീത അടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ എന്തായി? അടുത്ത ജന്മത്തില് ഒരു മാനിന്റെ കുഞ്ഞായിട്ട് മാനായിട്ട് പിറന്നു. പക്ഷെ മാനായിട്ട് പിറന്നെങ്കിലും ഇദ്ദേഹം മുൻജന്മത്തിൽ ചെയ്ത കുറെ സുഹൃതങ്ങൾ ഉണ്ടായിരുന്നു. ഭക്തിപരമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് സുഹൃതം കിട്ടും. ആ സുഹൃതം ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് മാനായിരുന്നെങ്കിലും ആ മാനിന്റെ ബോധത്തിൽ ഇദ്ദേഹത്തിന് ശരിക്കും താൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം തനിക്ക് യഥാർത്ഥ ജീവിത ലക്ഷ്യം മറന്നു ആ മാനിനെ സേവിച്ചത് കാരണം ആ മാനിന്റെ ബോധത്താൽ മരിക്കുകയും അങ്ങനെ താനിപ്പോ ഒരു മാനിന്റെ ശരീരം സ്വീകരിക്കേണ്ടി വരികയും ചെയ്തു. താൻ വലിയൊരു മണ്ടത്തനമാണ് ചെയ്തു പോയതെന്ന് മനസ്സിലാക്കുകയും ഇനിയെങ്കിലും അത് വരാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ഈ മാൻ നേരെ മറ്റു മാനുകളോടൊപ്പം തന്നെ കളിക്കാതെ കൂട്ടുകൂടാതെ നേരെ മുനിമാരുള്ള സ്ഥലം നോക്കി നടന്നു. അങ്ങനെ ഒരു ആശ്രമത്തിന്റെ പരിസരത്ത് വന്ന് ചേർന്നു. അവിടെ മുനിമാരുടെ അവര് കഴിച്ചതിന്റെ ഉച്ചിഷ്ടമൊക്കെ കഴിച്ച് അവര് ചെയ്യുന്ന പൂജകളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് അവിടെ കിടന്ന് അവർ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം കേട്ട് ആ കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ എന്തുപറ്റി? അങ്ങനെ ഈ മാന് വീണ്ടും മരിച്ച് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വന്നു. ആ കഥ ഇങ്ങനെ നീണ്ടു പോകുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് അതിന്റെ തുടക്കം മാത്രം പറയാം. കാരണം നമ്മുടെ ബോധത്തില് എന്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുവോ അതായി തീരുമെന്നാണ് ഈ ജഡഭരതന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ ഈ പാമ്പിനെയൊക്കെ ചിന്തിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഉറപ്പായിട്ട് പാമ്പായിട്ടൊക്കെ ജനിച്ച് ആൾക്കാർ അടികൊണ്ടൊക്കെ ചാവും. അപ്പൊ അങ്ങനെ എന്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുവോ അതായി തീരും എന്നാണ് പറയുന്നത്. മരണസമയത്ത് നമ്മുടെ അവബോധം എന്തോ അതായിട്ട് തന്നെ നമ്മൾ ജനിക്കും, അതിൽ ഒരു സംശയവുമില്ല. പിന്നെ നമ്മൾ അടുത്ത് പറയുന്നത് എന്താണ്? വേദങ്ങളിൽ സ്ത്രീയുടെ പാതിവൃത്തത്തിൽ കാർക്കശ്യം പുലർത്തേണ്ടതിന്റെ കാരണം അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഭർത്താവിനോട് വളരെയധികം ആസക്തി ഉണ്ടായാൽ അവനെക്കുറിച്ച് ചിന്തിച്ച് മരിച്ചാൽ പുരുഷനായി ജനിക്കാം എന്നാണ് പറയുന്നത്.
അപ്പോൾ ഭർത്താവിനെ അന്യപുരുഷ പരപുരുഷനെ ചിന്തിക്കാതെ സ്വന്തം ഭർത്താവിനെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ട് ഉയരാൻ സാധ്യത വരുന്ന പുരുഷ ജന്മത്തിലേക്ക് വേഗത്തിലേക്ക് കടന്നു വരാൻ പറ്റും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇവിടെ ചില ഫെമിനിസ്റ്റ് ചിന്താധികാരിയായിരിക്കും, എന്താ പുരുഷന് ഈ പറഞ്ഞ പാതിവൃത്യം ഒന്നും ബാധകമല്ലേ? തീർച്ചയായിട്ടും സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും പാതിവൃത്യം വളരെ നിർബന്ധമാണ്. അതിൽ കാർക്കശ്യം തന്നെയാണ്. പുരുഷനും സ്ത്രീക്കും വളരെ നമ്മുടെ 4 യമ നിയമങ്ങൾ തന്നെ ഒന്ന് അവിഹിത ലൈംഗികം പാടില്ല എന്നുള്ളത്. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് പാതിവൃത്യം പുലർത്തണം, പുരുഷന്മാർക്ക് ഇതൊന്നും ബാധകമല്ല എന്നല്ല. സ്ത്രീക്ക് പ്രത്യേകിച്ച് നേരിട്ട് ആ സ്ത്രീയുടെ ജന്മത്തിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച വളരെ കുറവാണ്, സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, സ്ത്രീ അബലയാണ്. അബല എന്ന് പറയുമ്പോൾ ശക്തി കുറവാണ് സ്ത്രീക്ക്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും, ഒരു പുരുഷൻ ചെയ്യുന്ന അധ്വാനം ഒന്നും സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് വെയിറ്റ് എടുക്കാനായിക്കോട്ടെ, എന്തെങ്കിലും വെട്ടിക്കീറാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ശക്തി ഉപയോഗിക്കേണ്ടുന്ന പണികളൊന്നും സ്ത്രീക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ റെയറായിട്ട് ചിലപ്പോൾ 1-2 പേർക്ക് സാധിച്ചെന്ന് വരാം. പക്ഷെ 90% സ്ത്രീകളും അബലകളാണ്. അവർക്ക് ശക്തി കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്നാലെ അപകടവുമുണ്ട്. നമുക്കറിയാം, രാത്രി 12 മണിക്കൊക്കെ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്നിറങ്ങുമ്പോൾ പുരുഷന്മാർക്ക് ആരും പേടിക്കണ്ട. അവിടെ നിന്ന് ബസ് കാത്തു നിന്നാലോ ആട്ടോ അന്വേഷിച്ച് നിൽക്കുമ്പോഴൊന്നും ആരും പുരുഷന്മാരെ ശല്യം ചെയ്യാറില്ല. മറിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ 1000 കണ്ണായിരിക്കും അവരുടെ പുറകെ. അപ്പോൾ അവരെ തെറ്റായ രീതിയിൽ അവരെ നോക്കുക, തെറ്റായ രീതിയിൽ അവരോട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് എന്താ പറയാ, ഒരു സംരക്ഷണം അവിടെ കിട്ടില്ല. കാര്യം എന്താണ്? സ്ത്രീ അബലയായതുകൊണ്ടാണ്. മറിച്ച് പുരുഷനാണെങ്കിൽ ഈ പേടിയേ ഇല്ല, ഈ പ്രശ്നമേ അവിടെ വരുന്നില്ല. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ദോഷമാണ്, സ്ത്രീയുടെ കുഴപ്പമല്ല. സ്ത്രീയുടെ കുറ്റം കൊണ്ടല്ല, നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ നേരാവണ്ണം വളർത്താത്തതിന്റെ കുഴപ്പമാണ്. നമ്മൾ ഈ സാമൂഹിക പാഠവും സയൻസും ഫിസിക്സും ഒരു ആവശ്യമില്ലാത്ത ലോകരഥം പോലെയുള്ള കണക്കുകളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രയോജനം ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. പക്ഷെ യഥാർത്ഥമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് മോറൽ തിങ്സ് ആയിരിക്കണം. ആദ്യം കുട്ടിയെ അമ്മയോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ള ജനത്തിനോട് എങ്ങനെ പെരുമാറണം, മറ്റൊരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, ഒരു ആൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, ഇതെല്ലാം ആണ് നമ്മൾ ആദ്യം ബേസിക്കായിട്ട് പഠിക്കേണ്ടത്. പക്ഷെ നമ്മുടെ പാഠ്യ വിഷയങ്ങളിലൊന്നും ഇങ്ങനെയുള്ള മോറൽ തിങ്സിന് അത്ര പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഇതിലൊന്നും അത്രത്തോളം ഇല്ല എന്ന് മാത്രമല്ല. എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, സ്ത്രീ കുറെ കൂടി സ്ത്രീകൾ ശക്തിയാകണം. അതിന് നമുക്ക് കായികമായിട്ടുള്ള കരാട്ടെ അല്ലെങ്കിൽ കുംഫു അല്ലെങ്കിൽ കളരിപ്പയറ്റൊക്കെ പഠിക്കുന്നത്, മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടിയെങ്കിലും മുന്നേ നമ്മൾ ഇതിലൊക്കെ കുറഞ്ഞ പക്ഷം അതിന്റെ ബേസിക് എങ്കിലും അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും ചെന്ന് പെട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ശാരീരിക ആക്രമണം ഉണ്ടായാൽ ഒരു പ്രയോഗത്തിൽ തന്നെ ശത്രുവിനെ നമുക്ക് താഴെ തള്ളിയിടാൻ പറ്റും. കൂടുതലൊന്നും പെരുമാറുണ്ട്. മർമ്മം നോക്കി ഒന്ന് കൊടുത്താൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോ ഈ പറയുന്ന സ്ത്രീകൾക്ക് നമ്മുടെ ആൾക്കാരായിക്കോട്ടെ, പുറത്തുള്ളവരായിക്കോട്ടെ, അവർക്ക് കായികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കലയും കൂടി പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താണ്, ശാരീരികമായ പ്രകൃത്യാലുള്ള ചില പ്രശ്നങ്ങൾ സ്ത്രീക്കുണ്ട്. നമുക്കറിയാം, എല്ലാ മാസത്തിലും ഒരു 4-5 ദിവസം അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് ക്ഷീണം, വല്ലാത്ത വേദന, ഭയങ്കര ചില സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് പിടയ്ക്കുന്നതാണ് ആ സമയത്ത്. അതുപോലെ അസ്വസ്ഥത, ഭയങ്കര ക്ഷീണം, റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി, അമ്പലങ്ങളിലും മറ്റും പോകാൻ പറ്റാത്ത ഒരവസ്ഥ, ഇതൊന്നും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നതേ ഇല്ല. അവന് ധൈര്യമായിട്ട് എവിടെയും ഏത് സമയത്തും പോകാമെന്നുള്ളതാണ്. പിന്നെന്താണ്, ഭൗതികതയിൽ വേഗം ഭ്രമിക്കുന്ന ഒരു പ്രകൃതം സ്ത്രീകൾക്കുണ്ട്. നല്ല സാരി, പട്ടുസാരികളോട്, ആഭരണങ്ങളോട്, പുതിയ ബാഗ്, ഫാഷൻ ചെരുപ്പുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫാഷൻ ബ്യൂട്ടി കോസ്മെറ്റിക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുരുഷനെ കാട്ടിയും കുറെ കൂടി സ്ത്രീ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഈ കാര്യങ്ങളോട് ഭയങ്കര ഭ്രമമാണ്. രാമായണത്തിൽ പോലും സീതാദേവി എല്ലാം ഉപേക്ഷിച്ചാണ് സീതാദേവി രാമനോടൊപ്പം ലക്ഷ്മണനോടൊപ്പം കാട്ടിൽ വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഒരു സ്വർണ്ണമാന കണ്ടപ്പോൾ സീതാദേവിക്ക് തന്റെ ആഗ്രഹം, ആ സ്വർണ്ണത്തോടുള്ള ആ സ്വർണ്ണം എന്ന നിറത്തിനോടുള്ള ഒരു ഭ്രമം സീതാദേവിയെ ആപത്തിൽ തന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ലക്ഷ്മണൻ അത് പറയുന്നുണ്ട്. സീതാദേവി ഇത്രയും സ്വർണം നിറമുള്ള ഒരു മാന ഞാൻ കണ്ടിട്ടില്ല, ഇത് അസുരന്മാരുടെ ടെക്നിക്കാണ്, അവര് നമ്മളെ ചതിക്കാനൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് ദേവി ഇത് മറണിക്കൂന്ന് പറയും.
അപ്പോ ഭർത്താവിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഇതിനെ തന്നെ പിടിച്ചു തരണം, എനിക്ക് നിങ്ങളൊന്നും ഇല്ലാത്ത സമയത്തേനും മിണ്ടിയും പറഞ്ഞിരിക്കണം, എനിക്ക് കളിപ്പിച്ചിരിക്കാമല്ലോ, എനിക്ക് ഇതിനെ കിട്ടണമെന്ന് പറയും. അപ്പോൾ ശ്രീരാമൻ വിചാരിക്കും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നതല്ലേ, ഈ കാട്ടിൽ വന്ന് കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കഷ്ടപ്പെടുന്നു, എന്തായാലും സീതയ്ക്കൊരു ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകിക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ആ മാനിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയും ആ മാൻ ചാടി 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 ശ്രീരാമനെ ആശ്രമത്തിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നത് കണ്ട് ശ്രീരാമൻ പറയും, ലക്ഷ്മണ, നീ സീതയെ നോക്കിക്കോണം, എനിക്കും നീ പറഞ്ഞതുപോലെ സംശയം തോന്നുന്നുണ്ട്, ഇത് അസുരന്മാരോ അല്ലെങ്കിൽ രാക്ഷസന്മാരോ ആയിരിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ ഇതിനെ ഒന്നുകിൽ പിടിച്ചുകൊണ്ടുവരും, അതല്ലെങ്കിൽ കൊന്നിട്ട് വരും, എന്തായാലും നീ സീതയ്ക്ക് കാവലാളായിട്ട് ഇരുന്നോളാം എന്ന് പറയും. അങ്ങനെ ഈ മാൻ ശ്രീരാമനെ അകലേക്ക് കൊണ്ടുപോവുകയും ശ്രീരാമനും അവസാനം കാര്യം മനസ്സിലായി ഇതിനെ അമ്പ് ചെയ്ത് കൊല്ലുകയും ആ സമയത്ത് മാരീചൻ, മാനായിട്ട് വന്ന മാരീചൻ രാവണന് വേണ്ടി സീതയെ എന്നെ രക്ഷിക്കൂ, ലക്ഷ്മണ, ഞാനിതാ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശ്രീരാമന്റെ ശബ്ദത്തിൽ ഉറക്കെ നിലവിളിക്കും. അങ്ങനെ ഈ സീതയും ലക്ഷ്മണനും ഈ നിലവിളി കേൾക്കുകയും സീതാദേവി ലക്ഷ്മണനോട് പറയും, നീ കേട്ടില്ലേ, ജ്യേഷ്ഠന്റെ വിളി കേൾക്കുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ ഒന്ന് ചിരിക്കും. എന്താണ് കാരണം? ലക്ഷ്മണനെ അറിയാം, ഒരാളായിട്ട് ഒറ്റയ്ക്ക് നിന്ന് 40,000-ഓളം അസുരൻ രാക്ഷസന്മാരെ കൊന്നു തള്ളിയിട്ട് വലിയ താമസമൊന്നും ആയിട്ടില്ല, മാസങ്ങൾ പോലും ആയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവമൊക്കെ നടക്കണം. അപ്പോൾ ശ്രീരാമൻ ഒറ്റയ്ക്ക് ഇത്രയും പേരെ കൊന്നു. ആ സമയത്ത് വേറെ ആരും അന്നും പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്ന് സീതാദേവിയെ രക്ഷിച്ചുകൊണ്ട് നീ നിന്നാ മതി, ഞാൻ ഇവരെല്ലാം കാലുപിരിക്ക് അയച്ചോളാമെന്ന് ശ്രീരാമൻ പറഞ്ഞിട്ട് ഈ രാക്ഷസന്മാരെല്ലാം അദ്ദേഹം കൊന്നു തള്ളിയതാണ്. അപ്പോ ആ കാര്യം ലക്ഷ്മണനെ അറിയാം. സീത അത് മറന്നുപോയി. അപ്പൊ സീതയ്ക്ക് സ്ത്രീ സഹജമായിട്ടൊരു ചിന്ത കടന്നു വന്നു എന്ന് പറഞ്ഞ്, നീ എന്താണ് നിന്റെ ഭാര്യയും പോലും ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ കൂടെ വന്നതെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി, പക്ഷെ നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് പറയും. അപ്പോൾ ലക്ഷ്മണൻ കാത് പിടിച്ചിട്ട് പറയാം, അമ്മേ അങ്ങനെ പറയരുത്, ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല, അമ്മ ഇല്ലാത്ത കാര്യങ്ങൾ പറയണ എന്തിനാണ്, എന്റെ ജ്യേഷ്ഠൻ എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത് അങ്ങോട്ട് പോകാണ്ടാന്ന് പറഞ്ഞത്, ഇനി അമ്മയ്ക്ക് അങ്ങനെയാണ് പോകണം നിർബന്ധമാണ് ഞാൻ പോകാം, പക്ഷേ ഞാനൊരു വര വരച്ചിടും, ആ വര കടന്ന് പുറത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ പോകുന്നത്. ആ സമയത്ത് അവിടെ രാവണൻ കടന്നു വരും. രാവണൻ വര കടക്കാൻ പോകുമ്പോഴേക്കും അഗ്നി ആളിക്കത്തുകയും പുറത്തേക്ക് ചാടുകയും ചെയ്യും. എന്നിട്ട് പുറത്തിരുന്നുകൊണ്ട് സീതയെ വിളിച്ചിട്ട് ഇങ്ങനെ, അകത്തേക്ക് വരാൻ വയ്യ, ഒട്ടും വയ്യ, വളരെ തളർന്ന് വിശപ്പും ദാഹം കൊണ്ട് സഹിക്കാൻ വയ്യ, നീ ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമെന്ന് പറയുമ്പോൾ സീതാദേവി പഴങ്ങളും വെള്ളമായിട്ട് പുറത്തേക്ക് വരികയും അങ്ങനെ സീതാദേവിയെ രാവണൻ കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, രാമായണത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സ്വർണത്തിനോടും സ്വർണ്ണ നിറത്തിനോടൊക്കെ ഉള്ള ഒരു ഭ്രമം സ്ത്രീകൾക്ക് മൊത്തത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ഈ കാര്യങ്ങളെല്ലാം എന്താ പറയാ, അത് കൂടാണ്ട് വേറെ കാര്യമുള്ളത്, ആത്മീയ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു അഭിനിവേശ കുറവുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൊക്കെ ധാരാളം മാതാജിമാരുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഭർത്താക്കന്മാരുടെ സന്തോഷത്തിന് വേണ്ടി മാറി വരുന്ന ഒരു വിഭാഗമായിട്ടാണ് പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഫിലോസഫി പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ വരുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ പൊതുവിൽ സ്ത്രീകൾക്ക് ആധ്യാത്മികമായ കാര്യങ്ങളോട് വലിയ താല്പര്യം കാണിക്കുന്നത് അപൂർവമാണ്. അവർക്ക് സിനിമ, സാരി, കല്യാണങ്ങൾ, പിന്നെ അവരുടെ കൂട്ടുകാരികളുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ പുലർത്തുക, ഹോട്ടൽ ഫുഡ്സ് കഴിക്കാനുള്ള ആഗ്രഹങ്ങൾ, യാത്രകൾ, ടൂർ പ്രോഗ്രാംസ്, ഇതിനോടൊക്കെയാണ് കൂടുതൽ സ്ത്രീകൾക്കും താല്പര്യം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സ്ത്രീകൾക്കുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അത്രമാത്രം ഭൗതികതയോട് അത്ര ഒരു വലിയ ആസക്തിയോ അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തിനെ വളരെ നന്നാക്കി എടുക്കണം എന്നുള്ള ഒരു ചിന്തയോ, സാധാരണ ഒന്ന് കോതും, ഒന്ന് ഒരു പൗഡറൊക്കെ ഇടും, പിന്നെന്താ ഒരു പാൻറ് ഷർട്ട് എടുത്തിടും, ആ പോണം ഇറങ്ങി. സ്ത്രീ അങ്ങനെയല്ല, ഏകദേശം ഒരു 1/4 മണിക്കൂർ തന്നെ ചിലപ്പോൾ ഒരുങ്ങി എന്ന് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി സമയം എടുത്തെന്ന് വരും. ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങനെയാണ് അവരുടെ ആ ഒരു പ്രകൃതം, അങ്ങനെയാണ്. അപ്പോ ഈ പറയുന്ന പുരുഷനും ഇതൊക്കെ ഉള്ളവരും ഉണ്ട്, ഇല്ലെന്നല്ല. കാരണം ജിമ്മിലൊക്കെ പോയി നല്ല മസിലൊക്കെ കയറ്റി 6 പാക്ക് ഒക്കെ ഉണ്ടാക്കി ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ബനിയനൊക്കെ ഇട്ട് ഇപ്പം പൊട്ട് ഒന്ന് തോന്നുന്ന രീതിയിലുള്ള ബോഡി എല്ലാം കാണിച്ച് അങ്ങനെ നടക്കുന്ന ആണുങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എങ്കിലും പൊതുവിൽ ആണുങ്ങൾ കൂടുതലും ഈ പറയുന്ന ഭൗതികതയിൽ അത്ര വലിയ ഭ്രമമോ അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പങ്ങളിൽ അത്ര വലിയ ഭ്രമമുള്ളവരല്ല.
ഉള്ളവരുണ്ട്, ഇല്ലെന്നല്ല, രണ്ട് കൂട്ടരിലും ഉള്ളവരും ഉണ്ടെങ്കിൽ കൂടുതൽ സൗന്ദര്യ സങ്കല്പങ്ങളും ഫാഷൻ ചിന്തകളൊക്കെ ഉള്ളത് സ്ത്രീകൾക്കാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പറയുന്ന ഒരു പുരുഷന്റെ താങ്ങ് അല്ലെങ്കിൽ ഒരു തണല് അല്ലെങ്കിൽ ഒരു സഹായം എപ്പോഴും വേണ്ടി വരും. അവർക്ക് ഈ സമൂഹം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബാല്യത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും സ്ത്രീയെ സംരക്ഷിക്കാൻ ഉണ്ടാകണമെന്ന് മനുസ്മൃതി പറഞ്ഞു തരും. കാരണം അവർക്ക് എപ്പോഴും ഒരാളുടെ സഹായം, ഒരു താങ്ങ് തണലൊക്കെ ആവശ്യമാണ്. പിന്നെ നമ്മൾ ഈ ജീവികളൊക്കെ, നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, ജീവികളൊക്കെ കൂട്ടിൽ അടച്ച് വളർത്തുന്ന അതൊക്കെ മഹാപാപം കൂടിയാണ്. നമ്മൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ആരുടെയെങ്കിലും വീടുകളിൽ ഈ തത്ത വളർത്തുന്നതും മീൻ വളർത്തുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഈ ജീവികളെ നിങ്ങൾ ഒരു ജീവിയെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമായിട്ടാണ് പുരാണങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. ഗരുഡ പുരാണത്തിലൊക്കെ ഇങ്ങനെ ജീവി പക്ഷികളെ മൃഗാദികളൊക്കെ കൊല്ലുന്നതിന് അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നതിനൊക്കെ വലിയ പാപമായിട്ടാണ് പറയുന്നത്. അതിന് 3 തരം നരകങ്ങൾ തന്നെ പറയുന്നുണ്ട് അവര്. ഈ കുംഭിഭാഗം, പ്രാണരോധം, വിശ്വസനം എന്നൊക്കെ പറഞ്ഞ നരകങ്ങൾ പറ്റി പറയുന്നത് ഇങ്ങനെയുള്ള ജീവികളെ കൊല്ലുന്നതിനും കൂട്ടിലടയ്ക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഒരു ജീവിയെ നമ്മൾ ഇങ്ങനെ കൂട്ടിലടയ്ക്കാൻ പാടില്ല. കാരണം എന്താണ്, അതിന് നമ്മളെ തന്നെ ഒരു മുറിയിൽ പിടിച്ചിട്ടിട്ട് നമുക്ക് രാവിലെ ദോശ, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം കഞ്ഞിയൊക്കെ തന്നാലും കുറെ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ജ്യൂസ് കുടിക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചാൽ എന്തെന്ന് തോന്നും. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് തന്നെ, നമ്മളെ പിടിച്ച് ഒരു മുറിയിൽ അടച്ചിട്ട് നമുക്ക് 3 നേരം ആഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൃപ്തരല്ല. അതുപോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും. അവർക്ക് അവരുടേതായ സുഹൃത്തുക്കള്, ബന്ധുക്കള്, പിന്നെന്താണ്, എല്ലാവരെയും കാണണമെന്നുണ്ടാവും. പക്ഷികൾക്കൊക്കെ ആണെങ്കിൽ നല്ല കാട്ടുപഴങ്ങള്, കാട്ടരുവിയിൽ വെള്ളം കുടിക്കണമെന്നുണ്ടാവും, അവരുടെ സുഹൃത്തുക്കളായിട്ട് സല്ലപിക്കണമെന്നുണ്ടാവും, ഇണചേരണമെന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ ആ ജീവജാലങ്ങളെ നമ്മൾ കൂട്ടിലടയ്ക്കുമ്പോൾ അവരെ എന്താ പറയുക, സിന്ദൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരില്ല എന്നാണ് കവി പറഞ്ഞിട്ട്. അപ്പോൾ അത് സ്വർണ്ണക്കൂട്ടിൽ അടച്ചാൽ പോലും ആ ബന്ധനം എന്ന് പറഞ്ഞാൽ വലിയ ബന്ധനമാണ്. അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു മുറിയിൽ ഇട്ടിട്ട് നമ്മൾ അടച്ചിട്ടിട്ട് പോയാൽ നമുക്കറിയാം ആ വിഷമം, ബുദ്ധിമുട്ട്. അപ്പൊ ഒരു കാരണവശാലും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ളവരെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ജീവജാലങ്ങളെയൊക്കെ ഇനി മുതലെങ്കിലും, ഇന്നുവരെ ഉള്ളത് പോട്ടെ, കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിന് ആണ് ഏറ്റവും കൂടുതൽ ശിക്ഷ. അറിയാണ്ട് ചെയ്ത തെറ്റൊക്കെ ഭഗവാൻ ക്ഷമിക്കുന്നതാണ്. അപ്പോ ചെറിയ ശിക്ഷ കിട്ടുമെങ്കിൽ പോലും വലിയ അടി കിട്ടില്ല. അപ്പോ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ജീവിയായി നമ്മളിങ്ങനെ ബന്ധനസ്ഥരാകരുത്. കാരണം അവർക്കൊക്കെ അവർ പറയണത് നമുക്ക് അറിയില്ല. അവർക്ക് വെള്ളം ദാഹിക്കുമ്പോൾ അവർക്ക് വെള്ളം ദാഹിക്കണം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെള്ളം തീർന്നിരിക്കുകയായിരിക്കും. നമ്മൾ ചിലപ്പം വെള്ളവും ഇതൊക്കെ കൊടുക്കാതെ ആയിരിക്കും ഒരു മരണം വരുന്നത്. കുടുംബസമേതം അങ്ങ് പോകും. പോയിട്ട് വരണ 2 ദിവസം കഴിഞ്ഞായിരിക്കും. അപ്പോഴേക്കും ഈ ജീവി ഇവിടെ കിടന്ന് പ്രാണവേദനയോടെ കിടന്ന് നിലവിളിച്ച് അവസാനം ചിലത് മരിക്കുകയും ചെയ്യും. രാമായണത്തിലല്ല, പത്മപുരാണത്തിൽ തന്നെ സീതാദേവി ഇങ്ങനെ ഭർത്താവ് ഉപേക്ഷിക്കേണ്ടി വന്നതിനെ കുറിച്ച് ഒരു കഥയും കൂടെ പറയുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും ഞാൻ അതും കൂടെ പറയാം. അപ്പോൾ ഒരിക്കൽ സീതാദേവി കൊച്ചുകുട്ടികളായിട്ട് ഇങ്ങനെ രാജകൊട്ടാരത്തിൽ ഉല്ലസിച്ച് കഴിയുന്ന സമയത്ത് 2 തത്തകൾ വന്നിട്ട് ആ ഉദ്യാനത്തിൽ ഇരിക്കും. അവര് ഇരുന്നിട്ട് ഈ സീതാദേവിയെ നോക്കിയിട്ട് പറയും, ആ കുട്ടിയുണ്ടല്ലോ, ആ സീതാദേവിയെയാണ് അയോധ്യാധിപതിയായ ശ്രീരാമൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറയും. അപ്പൊ സീതാദേവിക്ക് ഈ തത്തകളുടെ സംഭാഷണമൊക്കെ മനസ്സിലാവും. അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ സീതാദേവി എന്നെ പറ്റിയാണല്ലോ ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കി തൻ്റെ സേവകരെ കൊണ്ട് ആ പക്ഷികളെ ഒന്ന് പിടിച്ചു തരാൻ പറയും. അങ്ങനെ അവരെ ചതിയിൽ ഇതൊക്കെ ഇട്ട് ഇതൊക്കെ ചോളമൊക്കെ ഇട്ട് കൊടുത്ത് വലയിട്ട് പിടിച്ചിട്ട് ഈ 2 തത്തകളെയും സീതാദേവിയുടെ കൈകളിൽ ഒരു കൂട്ടിലാക്കി കൊണ്ട് കൊടുക്കും. അപ്പൊ സീതാദേവി പറയും, ശരി ഇനി പറ ബാക്കി കഥ എന്ന് പറയും. അപ്പൊ സീതാദേവി ആ 2 തത്തകളും പറയും, ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾ കേട്ട കാര്യമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ വിടണം എന്ന് പറയും. അങ്ങനെയൊന്നും വിടാൻ പറ്റൂല, നിങ്ങൾ ഈ കഥ പറഞ്ഞല്ലാതെ ഞാൻ വിടില്ല. അപ്പോ ആളിൽ ആൺതത്ത പറയും, ഇവള് ഗർഭിണിയാണ്, ഇപ്പൊ മുട്ടയിടാറായി, ഇപ്പം കൂട് കൂട്ടണം, അതില് പ്രസവിക്കണം, അവർക്ക് സന്തോഷകരമായി ജീവിക്കണം, നല്ല ശാന്തമായ കാറ്റ് കൊള്ളണം, നല്ല കാട്ടിലെ പഴങ്ങൾ കഴിക്കണം, അരുവിയിലെ വെള്ളം കുടിക്കണം, നീ ഒന്ന് തുറന്നു വിടുമെന്ന് പറയും. ഞാൻ അങ്ങനെ വിടുന്ന പരിപാടിയേ ഇല്ല, നിങ്ങൾ ഈ കഥ പറഞ്ഞല്ലാതെ വിടില്ല. അങ്ങനെ ഈ പെൺതത്ത തല കൂട്ടിലടിച്ച് ചാകും. സീതാദേവി ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥത്തിൽ സീതാദേവിക്ക് ഈ ജീവിയെ കൊല്ലണമെന്ന് ഒരു താല്പര്യമില്ല, കൊന്നതുമല്ല, തന്നെത്താനെ ചത്താണ്. പക്ഷെ സീതാദേവി ഓടി വന്നപ്പോൾ മനസ്സിലാവുകയോ ഞാൻ കാരണം ഈ തത്ത ചത്തോയല്ലോ എന്ന് പറഞ്ഞ് അതിനെ
കൂട് തുറന്നു വിടും. ആ ആൺതത്തെ പറന്ന് പൊയ്ക്കോളാൻ പറയും. എന്നിട്ട് ആ തത്തയെ അവിടെ ആൾക്കാരൊക്കെ കൊടുത്ത് അവർ കുഴിച്ച് മൂടുകയും ചെയ്യും. പക്ഷെ ഈ ആൺതത്ത തന്റെ ഭാര്യ ആയ ഈ പെൺതത്ത മരിച്ചത് കണ്ട് ശപിക്കും. നീയും ഇതുപോലെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവിൽ നിന്നും വേദന അനുഭവിക്കാൻ ഇടയാകട്ടെ, അതിന് ഞാനൊരു നിമിത്തമാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് ഗംഗയിൽ ചാടി മരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ആ തത്തയാണ് സീതാദേവിയുടെ കാനനവാസത്തിന് കാരണക്കാരനായി മാറിയ അലക്കുകാരൻ എന്നാണ് പറയുന്നത്. പത്മപുരാണത്തിലാണ് ഈ കഥ പറയുന്നത്, രാമായണത്തിൽ ഈ കഥയില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ എന്താ പറയാ, ഈ ജീവികളെയൊന്നും നമ്മൾ കൂട്ടിലടയ്ക്കരുത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നാൽ എല്ലാ മേഖലയിലും സ്ത്രീക്ക് ഉയർന്നു വരാൻ പറ്റും. പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലയിൽ സ്ത്രീക്ക് പുരുഷന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ അടുത്ത പറയുന്നതാണ്, എന്നാൽ പുരുഷനും സ്ത്രീക്കും തമ്മിൽ വിവേചനം കൽപ്പിക്കാത്ത കൃഷ്ണാവബോധ പ്രക്രിയ ഏവർക്കും അതീവ ഹൃദ്യമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, എന്നെ ആശ്രയം പ്രാപിക്കുന്ന ഏതൊരുവനും, ഒരു സ്ത്രീയോ ശൂദ്രനോ വൈശ്യനോ അല്ലെങ്കിൽ അധമ ജന്മത്തിലുള്ള മറ്റാരെങ്കിലും ആയാലും എന്റെ സഹവാസം നേടുമെന്ന് ഉറപ്പാണ്. ഇത് കൃഷ്ണന്റെ വാഗ്ദാനമാണ്. അപ്പോ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തില് മാത്രം നമുക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. ഇങ്ങനെയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം, ഒരു വിവേചനമില്ലായ്മ അവിടെ ഉണ്ട്. അവിടെ സ്ത്രീകൾക്കൊന്നും നിങ്ങളുടെ ഇന്ന് അശുദ്ധിയാണ്, നിങ്ങൾ അമ്പലത്തിൽ വരണ്ട എന്നൊന്നും പറയില്ല. അവിടെ നിങ്ങൾക്കെല്ലാം അമ്പലത്തിൽ അശുദ്ധി സമയത്തും സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാം. പക്ഷേ ഈ പറയുന്ന പൂജാ പ്ലേറ്റുകൾ അല്ലെങ്കിൽ പുഷ്പങ്ങൾ അതിലൊന്നും സ്പർശിക്കരുതെന്ന് മാത്രം. അവിടെ ഒരിക്കലും ഒരു ശാരീരികമായ ഒരു പോരായ്മ, ഒരു പ്രകൃതിയുടെ ഒരു ഇതാണ് അത്, അല്ലാതെ ആരുടെയും കുറ്റമല്ല. അതിന്റെ പേരിൽ ആധ്യാത്മികം തടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇസ്കോൺ പറയാറില്ല. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു രീതിയില്ല. അത് വളരെ ഹൃദ്യമായ ഒരു കാര്യമാണ്. അപ്പോ ഇസ്കോണിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളത്. നമുക്ക് കേരളത്തിലൊക്കെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവമില്ല. ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അമ്മമാരൊക്കെ ഇങ്ങനെ ഒരു മുറിയിൽ എന്തോ ജയിലിൽ എന്തോ കുറ്റം ചെയ്തതുപോലെ പിടിച്ച് അടയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവർക്ക് ആഹാരമെല്ലാം അവിടെ കൊണ്ട് കൊടുക്കും. ഒരാഴ്ച അവർ പുറത്തേക്ക് ഇറങ്ങില്ല. പക്ഷെ ഇവിടെ ഇസ്കോണിൽ അങ്ങനെയൊന്നുമില്ല. 9-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, മാഹി പാർത്ഥ വ്യവാശ്രിത യേവീസ്യു പാപയോനയ ശ്രീയോ വൈശ്യസ്തത ശൂദ്ര സ്തോപിയാന്തി പരാംഗതി. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത് സേവനത്തില് സാമൂഹികമായ നീചത്വങ്ങളൊന്നും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു പരിശുദ്ധ ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പരിശുദ്ധ ഭക്തനിൽ നിന്നും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ യുഗധർമ്മത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുക. അതിലൂടെ നമ്മൾ ഭക്തിയിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവത്ഗീത ഭാഗവതം ഒക്കെ വായിച്ച് ജപമെല്ലാം തുടങ്ങി. പിന്നെന്താണ് നൈവേദ്യം, ഭഗവാന് നിവേദ്യം തുടങ്ങി. പിന്നെന്താണ് സത്സംഗം, ഭക്തന്മാരുടെ സത്സംഗം, സേവനം, ഭക്തിയുടെ ഭഗവത് സേവനം, ഇങ്ങനെയൊക്കെ ക്രമമായിട്ട് ഓരോന്ന് ചെയ്ത് നമ്മൾ മുന്നേറും. അപ്പൊ അവിടെ സാമൂഹ്യമായിട്ടുള്ള നീചത്വങ്ങളൊന്നും ബാധകമേ അല്ല. ഈ പറയുന്ന ജാതി ചിന്തകളോ അങ്ങനെ ഒരു വ്യത്യാസവും ഭഗവത് സേവനത്തിലില്ല. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട ഭക്തന് അത്തരം ഒരു വ്യത്യാസങ്ങളും കൂടാതെ എന്താ പറയുക, പരമപദ പ്രാപ്തിക്ക് അവരൊക്കെ അർഹരാണ്. കാരണം അവിടെ ജാതി ഇങ്ങനെയുള്ള ചിന്തകളൊന്നും അവിടെ യഥാർത്ഥത്തിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനം എന്നല്ല, വൈഷ്ണവ രീതിയിൽ ഒരിടത്തും ഈ ജാതി ചിന്തകളൊന്നുമില്ല. മനുഷ്യർക്കിടയിലെ അധമ ഉത്തമ ആ ഭേദം ഇല്ലാതാക്കാൻ മാത്രം കരുത്തുറ്റത് കൂടിയാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തില് ഒരിക്കലും ഈ ജാതി ചിന്തയില്ല, എന്തിനേലും മതചിന്ത പോലുമില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലഘട്ടത്തില് ഹരിദാസ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവായിട്ടുള്ള ഒരു മുസ്ലിമിനെ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും ആ രീതിയിൽ വളരാനും ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിച്ചേരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്ര വലിയ ഭക്തനായിട്ട് മാറാൻ കഴിഞ്ഞു. നമുക്ക് അതറിയാം. അതുപോലെ ഒരിക്കലും ജാതി ചിന്ത വൈഷ്ണവർക്കയുടെ ഇടയിൽ ഉണ്ടാകാനേ പാടില്ല. നമ്മുടെ ഇടയിലൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോഴേ മാറ്റി വെക്കണം.
അല്ലാതെ നമ്മൾ തിലകിട്ടിട്ടും കണ്ടിമാല ധരിച്ചിട്ടും ശിഖ വച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഈ പറഞ്ഞ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചതുപോലെ തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കൂടിയാണ് ഈ ജാതി ചിന്തകളും. പിന്നെ ഇതെങ്ങനെയാ ഉണ്ടാവുന്ന മനുഷ്യർക്കിടയിൽ ഈ അധമോത്തമ ഭേദം വരുന്നത് എങ്ങനെയാണ്? അത് ഈ 3 ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അത് എന്താ പറയാ, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭി മാം വിദ്യ കർത്താരമവ്യയം. ഭഗവത്ഗീതയിൽ 14-ാം അധ്യായം 13-ാം ശ്ലോകമായിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അഭ്യനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്നറിയുക. ഭഗവാൻ ഇവയിൽ ഒന്നിലും ഉൾപ്പെടുന്നില്ല. കാരണം ഭഗവാൻ നമ്മെ പോലെ സ്വന്തം കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ജനിക്കുന്ന ബദ്ധ ജീവാത്മാവേ അല്ല. അപ്പം ഭഗവാന് ഈ നിയമങ്ങളോ ഇതൊന്നും ഭഗവാൻ ഇതിലൊന്നും ഉൾപ്പെടുന്ന ആളേ അല്ല. ശരിക്കും നമ്മളെ പോലെ ഉള്ള ഒരു സാധാരണക്കാരന് പടിപ്പടിയായിട്ട് മൃഗപ്രായരിൽ നിന്നും ഉയർന്ന് ശരിക്കും യഥാർത്ഥ മനുഷ്യന്റെ തലത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ബ്രാഹ്മണന്റെ തലത്തിലേക്ക് ഉയർന്ന് അങ്ങനെ കൃഷ്ണാബോധം സിദ്ധിക്കുന്നതിനാണിത്. എന്നാൽ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കൃഷ്ണാബോധത്തിൽ ഉള്ളവരെക്കാൾ മുകളിലല്ല, താഴെയാണ്. കാരണം ഒരു ബ്രാഹ്മണനെക്കാട്ടിയും ഉയർന്ന തലത്തിലാണ് ഒരു വൈഷ്ണവൻ എന്നറിയപ്പെടുന്നത്. കാരണം എന്താണ്? കാരണം ബ്രാഹ്മണർക്ക് ഈ പറയുന്ന ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ എന്നാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനി ആയിരിക്കും. അപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ ആര്, ഭഗവാൻ ആര്, ഭഗവാനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ത്, നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്താണ് ജനനം, എന്താണ് മരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അറിവാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്, എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ചിലർ സുഖിക്കുന്നു, ഈ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ യുഗധർമ്മം അനുഷ്ഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ആരുടെ നാമമാണ് നമ്മൾ ജപിക്കേണ്ടത്, ആരുടെ മന്ത്രം ജപിച്ചാലാണ് നമുക്ക് തിരികെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി അയാൾ കൃഷ്ണാബോധമുള്ള ആളായിട്ട് മാറണം. പക്ഷെ പല ബ്രാഹ്മണരും ഒരു 80% ബ്രാഹ്മൺസും അങ്ങനെയല്ല. അവരെല്ലാം എന്താ പറയാ, ഈ ബ്രഹ്മവാദികളാണ്. എന്താ പറയാ, അവർക്ക് കൃഷ്ണാബോധത്തിനോട് വലിയ താല്പര്യം കാണില്ല. അദ്വൈതികത ബ്രഹ്മവാദത്തെയാണ് പലരും സമീപിക്കുന്നത്. ഇപ്പോ ശങ്കരാചാര്യരുടെ ആ പരമ്പരയിലൊക്കെ ഈ പറയുന്ന എന്താ പറയാ, മായാവാദമാണ്, അത് അദ്വൈതവാദമാണെന്ന് പറയാം, മായവാദമാണെന്ന് പറയാം, ബ്രഹ്മവാദമാണെന്ന് പറയാം. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഭഗവാന്റെ സേവ, ഈ ഭക്തിയുത ഭഗവത് സേവനങ്ങളും അതിലൊന്നും വലിയ അവര് താല്പര്യം കാണിക്കാറില്ല. പക്ഷെ അങ്ങനെ ഭക്തിയുത ഭഗവത് സേവനം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒരു മോചനമുണ്ടായി ഭഗവാന്റെ ധാമത്തേക്ക് തിരിച്ചു പോകാൻ പറ്റും. മറ്റത് ബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കത്തേ ഉള്ളൂ. ബ്രഹ്മം എന്ന് പറയുന്നത് പ്രഥമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി ശബ്ദത എന്നാണ്. ഈ പരമസത്യത്തിന് 3ആയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ചുറ്റിലുമുള്ള ആ പ്രഭ, ശരീരത്തില് തലയിലും കഴുത്തിലും കാലും എല്ലാം മൊത്തത്തില് ഭഗവാന് ചുറ്റിലുള്ള ആ പ്രഭ എന്ന് പറയുന്നതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ കോടാനുകൂടി ജീവാത്മാക്കളുണ്ട്. അവരെല്ലാം നമ്മുടെ എന്താ പറയാ, ഉറക്കത്തില് ഇരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ ആത്മാക്കൾ ഇരിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് സുഖവുമില്ല ദുഃഖവുമില്ല കാര്യം. പക്ഷെ അവർക്ക് ഈ അവരുടെ ഈ പുണ്യം നശിക്കുമ്പോൾ അവർ വീണ്ടും ഈ സ്വർഗലോകവാസികളെ പോലെ തന്നെ ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി എന്ന് പറയുന്നത് പോലെ അവരെല്ലാം തിരിച്ച് ഒന്നേന്ന് വീണ്ടും ജനിക്കേണ്ടി വരും. അതാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവര് അവിടെ പോയിട്ടും അവർക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. മറിച്ച് പുണ്യം ചെയ്ത ആളും ഓക്കെ, പുണ്യം ചെയ്തുകൊണ്ട് സുഖം അനുഭവിക്കാൻ വേണ്ടി സ്വർഗത്ത് പോയി. പക്ഷെ ഇദ്ദേഹം പുണ്യവും അല്ല ചെയ്തത്, കുറെ സുഹൃതങ്ങളും കൂടെ ചെയ്തിട്ടാണ് അദ്ദേഹം ബ്രഹ്മത്തിലേക്ക് വരുന്നത്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് അതുവരെ എത്തിയിട്ട് പോലും തിരിച്ചു വരേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബ്രാഹ്മണരെ കാട്ടിയും ഉയർന്ന തലത്തിലാണ് ഒരു വൈഷ്ണവൻ. ഭഗവാൻ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കൊക്കെ അതീതനാണ്. അതുപോലെ ഭക്തരും ഈ ജാതി ചിന്തകളൊന്നും വച്ച് പുലർത്താനേ പാടില്ല. എല്ലാ പേരോടും നമ്മൾ എന്താ പറയാ, സമഭാവനയായിരിക്കണം. എല്ലാവരെയും
എല്ലാവരെയും വളരെ സ്നേഹത്തോടെ, ദയയോടെ, കാരുണ്യത്തോടെ നമ്മൾ അവരെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സ് ആണ്, ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരരാണ്. അതുകൊണ്ട് അവരുടെ ജാതിയോ മതമോ അവരുടെ ലിംഗമോ അവരുടെ ദേശമോ അവരുടെ കാലമോ ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ അവർക്ക് കൃഷ്ണാവബോധം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നിടത്തോളം പറഞ്ഞു കൊടുക്കുക. അവരെ എങ്ങനെയും ജനന മരണ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക. അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോ ഭഗവാൻ ഈ മനുഷ്യർ ഇന്ന് പറയുന്ന ജാതി ചിന്തയൊന്നും അല്ല ശരിക്കും ഭഗവാൻ ഉദ്ദേശിച്ചത്. ഇന്നിപ്പോ എങ്ങനെയാണ്, ജനിച്ച വയറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജാതിയെല്ലാം കണക്കൂട്ടുന്നത്. ഒരു ബ്രാഹ്മണന്റെ പുത്രൻ ബ്രാഹ്മണൻ, ഒരു ശൂദ്രന്റെ പുത്രൻ ശൂദ്രൻ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ചാതുർവർണ്ണ്യം മയാശിഷ്ടം ഗുണകർമ്മ വിഭാഗം. ഒരാളുടെ സ്വഭാവവും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയും, അയാൾക്ക് ജനിക്കുമ്പോഴേ ഒരു പ്രത്യേക ഗുണത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവും, പ്രത്യേക ജോലികളോട് ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോഴേ തന്നെ അയാൾക്ക് അറിയാൻ പറ്റും ഇയാള് ഏത് ക്വാളിറ്റി, ഏത് ഗുണത്തിലാണ്. നമ്മുടെ പുരാണങ്ങൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യാസദേവൻ ബ്രാഹ്മണനായിരുന്നു. ഈ പറയുന്ന ഇന്നത്തെ രീതി അനുസരിച്ച് നോക്കിയാൽ അദ്ദേഹം ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഒരു മുക്കോ സ്ത്രീയിലാണ് ജനിച്ചത്. പിന്നെ ആരാണ് വാൽമീകി? അദ്ദേഹം ഈ പറയുന്ന ഒരു അരയ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ശബരി അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ആരാണ്? ഗുഹൻ. അദ്ദേഹം ഈ പറഞ്ഞ അതും താഴ്ന്ന ജാതിയായിട്ടാണ് ഇന്നത്തെ നിലയിൽ നോക്കിയാൽ. പിന്നെന്താ, പിന്നെ വിഭീഷണൻ, രാവണന്റെ സഹോദരനായ വിഭീഷണൻ. പിന്നെ വിതുരര് അറിയാലോ. വിതുര ഭഗവാൻ ചെന്നപ്പോൾ പഴത്തൊലിയാണ് കൊടുത്തത്. ആ പഴത്തൊലി പോലും വിതുരന്റെ പത്നി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഭഗവാൻ അത് അങ്ങനെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? ആ ഭക്തിയിൽ ഭഗവാൻ സ്വയം മറന്നു. ആ ഭക്തയും മറന്നു, ഭഗവാനും മറന്നു. വിതുരരാണ് അവസാനം നോക്കിയപ്പോൾ, നീ എന്താ കാണിക്കണത്? നീ ഭഗവാന് പഴത്തൊലിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ അങ്ങ് കഴിച്ചതെല്ലാം പഴത്തൊലി ആയിപ്പോയത് എന്ന് പറയുമ്പോഴാണ് വിതുരന്റെ പത്നിയും മനസ്സിലാക്കുന്നത്, ഭഗവാനും അത് ചിന്തിക്കുന്നത്. അപ്പോ അവിടെ നമുക്കറിയാം ഈ വിതുരൻ ശൂദ്രനാണ്. ഇവരെല്ലാം ആരും ബ്രാഹ്മണരായിരുന്നില്ല. നമുക്ക് ഈ രാമായണം കിട്ടിയത് വാൽമീകിയിലൂടെയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ മഹർഷീശ്വരനാണ് ഈ വാൽമീകി. അതുപോലെ വ്യാസദേവൻ എന്ന് പറയുന്നത് സാഹിത്യ അവതാരമാണ്, ഭഗവാൻ വിഷ്ണു തന്നെയാണ്. അപ്പൊ ഭഗവാൻ പോലും ഇങ്ങനെ ഈ സത്യവതിയുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അങ്ങനെയാണോ കാണുന്നതല്ല. കാര്യം എന്താണ്? കാരണം ഗുണത്തിന്റെയും സ്വഭാവത്തിന്റെയും ചെയ്യുന്ന കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഭഗവാൻ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ് ഭഗവാൻ ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. എല്ലാവരും ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ, ഈ പറയുന്ന ധർമ്മങ്ങളിലൊക്കെ ഇതൊക്കെ പെടും. ഈ ചാതുർവർണ്ണ്യം എല്ലാം ഇതിൽ പെടുന്നതാണ്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ പൂർണ്ണമായിട്ടും എന്നെ ശരണം പ്രാപിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഈ ജാതി ചിന്ത ഇല്ല എന്നുള്ള ഇതിനെ കുറിച്ച് ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കേരളത്തിൽ തന്നെ നടന്ന ഒരു സംഭവമുണ്ട്. ഗുരുവായൂരാണ്. കുറച്ചു കാലം മുമ്പ് ജാതി വ്യവസ്ഥയൊക്കെ വളരെയധികം ശക്തമായിരുന്ന ഒരു കാലഘട്ടം. പൂച്ചകളും കാക്കകളും പ്രാവും ഒക്കെ അമ്പലത്തിൽ കയറും, പക്ഷെ മനുഷ്യന് കയറാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്കൊക്കെ അമ്പലത്തിന്റെ പരിസരത്തു കൂടി പോലും പോകാൻ പറ്റാത്ത ഒരു തരം വൃത്തികെട്ട ജാതി. അതുകൊണ്ടൊക്കെയാണ് ഈ വിവേകാനന്ദനൊക്കെ ഇവിടെ വന്നിട്ട് ഭ്രാന്താലയം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. വിവേകാനന്ദൻ പറഞ്ഞതിൽ വേറൊരു കാരണം കൂടെ. കാരണം ഇവിടുന്ന് ഹിന്ദുവിൽ നിന്നും സനാതന ധർമ്മത്തിൽ നിന്നും മാറി ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിട്ട് വീണ്ടും ഈ ബ്രാഹ്മണന്റെ വീട്ടിൽ വന്നാൽ അയാൾക്ക് വളരെ മാന്യമായ സ്ഥാനവും കൂടി കൊടുക്കും. അതൊന്നും ഉത്തരേന്ത്യയിലില്ല. ഉത്തരേന്ത്യയിലും അന്ന് ജാതി വ്യവസ്ഥ ഇതിനേക്കാൾ ശക്തമായിരുന്നു. ഇന്നും ഉണ്ട്. ബീഹാറിലൊക്കെ ഭയങ്കര ജാതി വ്യവസ്ഥയാണ്. ഇന്നും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട് താഴ്ന്ന ജാതിക്കാരെ അടിച്ചു കൊന്നതൊക്കെ. അപ്പോ ജാതി വ്യവസ്ഥ അന്നും ഉണ്ട് ഇന്നും ഉണ്ടെങ്കിൽ പോലും കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കാൻ കാരണം ഇങ്ങനെ ഒരു എന്താ പറയാ, സ്വന്തം സനാതന ധർമ്മം വിട്ട് മറ്റൊരു മതത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവന് ഇവിടെ വളരെയധികം സ്ഥാനം കൊടുക്കും അന്നത്തെ ബ്രാഹ്മണർ. അത് കണ്ടിട്ടാണ് അദ്ദേഹം ഈ കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിളിക്കാൻ ഒരു കാരണം. അപ്പോ ഈ ഭഗവാന് ഈ പറയുന്ന എല്ലാ ആത്മാക്കളാണ്. ഭഗവാന്റെ മുമ്പിൽ ഒരാളുടെ ജാതിയോ അയാളുടെ ശരീര സൗന്ദര്യമോ അയാളുടെ വിദ്യാഭ്യാസമോ ഇതൊന്നും അല്ല ഭഗവാൻ നോക്കണം. ഭാവഗ്രാഹി ജനാർദ്ദന. ഒരാളുടെ ഉള്ളിൽ എത്രത്തോളം തന്നെ കുറിച്ച് തന്നിൽ എത്രമാത്രം സ്നേഹമുണ്ട്, അതാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ നടന്ന ഒരു സംഭവമുണ്ട്. അവിടെ എല്ലാ ഉത്സവത്തിനും ഭഗവാനെ പുറത്തേക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് തൊട്ടടുത്തുള്ള കുളത്തില്, അമ്പലത്തിന്റെ കുളത്തില് ഭഗവാനെ കുളിപ്പിക്കുന്ന കുളക്കടവുണ്ട്. അവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കും, ആറാട്ടം എന്ന് പറയുന്ന ആ ചടങ്ങിന്. അപ്പോ ഈ സംഭവം നടക്കുന്ന സമയത്ത് കുറച്ച് അകലെയായിട്ട് തെങ്ങിൽ കയറുന്ന ഒരാൾ, ഊരാളി എന്നൊക്കെ പറയും, അവര് അന്ന് ഈ അമ്പലത്തിലൊന്നും വരാൻ പാടില്ലാത്ത, ആ വഴി പോലും നടക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ തെങ്ങിന്റെ മുകളിൽ കയറിയപ്പോഴാണ് ഒന്ന് അകലെ
ദൂരെ അമ്പലത്തിന്റെ അവിടെയൊക്കെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. അപ്പൊ അങ്ങനെ പുള്ളി കുറെ കൂടി മേളിൽ കയറി നോക്കിയപ്പോ അവിടെ ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് അദ്ദേഹം അതെല്ലാം ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നു. ആ കാറ്റത്ത് ഇങ്ങനെ കാറ്റത്ത് ആടി ആടി ഇരുന്ന് ആ തെങ്ങിന്റെ മേളിൽ ഇരുന്നിട്ടെല്ലാം കണ്ടു. അപ്പോഴാണ് ഭഗവാനെ കുളിപ്പിക്കുന്നു, അതും കണ്ടു. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഭഗവാൻ കുളി കഴിഞ്ഞിട്ട് ഭഗവാൻ ഒരു കരിക്ക് കൊടുത്താൽ ഭഗവാൻ ഭയങ്കര സന്തോഷമായിരിക്കും, നല്ല മധുരമുള്ള ഒരു ഇളനീര് കൊടുത്താൽ എന്തെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ഓടി നേരെ ഇതൊന്നും ബാക്കി ഒന്നും ചിന്തിക്കാതെ, അദ്ദേഹത്തിന് സ്ഥിരം അറിയാം ഏത് തെങ്ങിലെ കരിക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയാന്നുള്ളതുകൊണ്ട് തന്നെ ഒരു തെങ്ങി കയറി നല്ല ഒരു ഇളനീര് 2-3 ഇളനീര് ആ കൊലയോടുകൂടി വെട്ടി താഴെ ഇട്ടിട്ട് അതിൽ നിന്ന് 2 ചെത്തി എടുത്തുകൊണ്ട് ഓടി വന്നു. എവിടെ? ഇവിടെ അമ്പലത്തിന്റെ ആ കുളക്കടവിന്റെ അടുത്ത്. അവിടെ കുളത്തിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ സാഗരം പോലെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് അവരെല്ലാം ഇതാര്, നീ നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നവരെല്ലാം ഇദ്ദേഹത്തിന് വിളിച്ചതും ഇദ്ദേഹം പേടിച്ച് കരിക്കെടുത്ത് എറിഞ്ഞിട്ട് ഇദ്ദേഹം ഒറ്റ ഓട്ടം ഓടി. കുറെ അവിടെ നിന്ന് സ്റ്റാഫുകളെല്ലാം ഇദ്ദേഹത്തിനെ ഓട്ടിച്ച് പിടിക്കാൻ വേണ്ടി. ഇദ്ദേഹം ജീവൻ നേടാനുള്ള ഒരിത് കാരണം അദ്ദേഹം മതിലൊക്കെ എടുത്ത് ചാടി വേലികളെല്ലാം പൊടിച്ച് മടക്കി ഒടിച്ച് അദ്ദേഹം എങ്ങനെയോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കയറി. മറ്റുള്ളവർ കുറച്ച് ഓടിയിട്ട് അവിടെ തളർന്ന് അവർ തിരിച്ചു വന്നു. അങ്ങനെ ആറാട്ട് കഴിഞ്ഞു. ഭഗവാന് നൈവേദ്യം കൊടുത്തു. നൈവേദ്യം കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഭഗവാനെ അങ്ങനെ പൊക്കി ഭഗവാൻ ആനയുടെ പുറത്ത് കയറ്റിയിട്ട് തിരിച്ചു വീണ്ടും അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്തു പറ്റി? അപ്പോ പൂജാരിയുടെ അസിസ്റ്റന്റ് ആ ഭഗവാന്റെ വിഗ്രഹം എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ വിഗ്രഹം പോകുന്നില്ല. അദ്ദേഹം വന്ന് രഹസ്യമായിട്ട് പൂജാരി അടുത്ത് പറഞ്ഞു, പൂജാരി ഇങ്ങനെയാണ്, വിഗ്രഹം പൊങ്ങണില്ല. അതെന്തോന്നു അങ്ങനെ പറഞ്ഞു, നോക്കാന്ന് പറഞ്ഞാൽ പൂജാരിയും കൂടെ വന്ന് പിടിച്ചു, വിഗ്രഹം പൊങ്ങുന്നില്ല. പിന്നെ അസിസ്റ്റന്റുമാരെല്ലാവരെയും വിളിച്ചു, എല്ലാവരും കൂടെ പിടിച്ചു, വിഗ്രഹം പൊങ്ങുന്നില്ല. എന്തോ വെൽഡ് ചെയ്ത് വെച്ചിരിക്കും പോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പോ അതൊക്കെ ഈ കാര്യം ക്ഷേത്ര കമ്മിറ്റിക്കാരെ അറിയിച്ചു. അപ്പോ എന്താ പ്രശ്നം, ഇങ്ങനെ സത്യമാണോ? സത്യമാണെന്ന് വരൂ എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും കൂടെ വന്ന് ഇളക്കി നോക്കാൻ നോക്കി, ഇളങ്ങുന്നില്ല. ദേവപ്രശ്നം വയ്ക്കാൻ പറഞ്ഞു. ദേവപ്രശ്നം വെച്ചപ്പോൾ തന്റെ ഒരു ഭക്തൻ കൊണ്ടുവന്ന സാധനം കിട്ടാതെ ഞാൻ ഇവിടുന്ന് എണീക്കുന്ന പ്രശ്നമേ ഇല്ല എന്നായി. അപ്പോൾ ഉടൻ തന്നെ അവർ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും ഇവിടെ നൈവേദ്യത്തിനായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നൈവേദ്യം ചെയ്യാതെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, നൈവേദ്യം നടത്താം. അപ്പൊ എല്ലാവരും പരസ്പരം അങ്ങോട്ട് ചെന്ന് നോക്കുന്നതല്ലാതെ ആരും, കാരണം അവരെല്ലാം അമ്പലത്തിനകത്ത് കൊടുത്തു, പിന്നെ പുറത്ത് ഇവിടെ കൊണ്ടുവന്നവർക്ക് ഇവിടെയും കൊടുത്തു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ എന്താ പറയാ കാണിക്ക വഞ്ചിയുടെ മുകളിലൊക്കെ വെച്ചിട്ടാണ് അവരിവിടെ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞില്ല, ഞങ്ങളുടെ കയ്യിലൊന്നും ഒന്നുമില്ല. വീണ്ടും പ്രശ്നം വെച്ചു. വീണ്ടും പ്രശ്നത്തിൽ എനിക്ക് എന്റെ ഒരു പരിശുദ്ധ ഭക്തൻ കൊണ്ടുവന്ന കരിക്ക് കിട്ടാണ്ട് ഞാൻ ഇവിടെ നിന്ന് എണീക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ കിട്ടാന്ന് പറയുന്ന ഒരാൾ 2 കരിക്കും കൊണ്ട് ഇവിടെ വന്നതും അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് ഓട്ടിച്ചതും ഒക്കെ മനസ്സിലായി. അപ്പം അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ദേവസ്വം മാനേജർ പറഞ്ഞു പെട്ടെന്ന് ആ കിട്ടയിൽ നിന്ന് കരിക്ക് മാറ്റം വാക്കുന്നു. അങ്ങനെ ഇവര് നേരെ ഓടി കിട്ടയുടെ വീട് അന്വേഷിച്ച് വീട്ടിൽ ചെന്നു. അവിടെ കിട്ട അങ്ങനെ തളർന്ന് കഞ്ഞിവെള്ളമെല്ലാം കുടിച്ച് ചൂടാറ്റി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ അമ്പല കമ്മിറ്റിക്കാർ വരുന്നു. അത് കണ്ട് വീണ്ടും അദ്ദേഹം കഞ്ഞി വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അദ്ദേഹം വീണ്ടും ഓടാൻ തുടങ്ങി. അപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞു, അയ്യോ കിട്ടാ, നീ ഓടരുത്, നിന്റെ കരിക്ക് കിട്ടാണ്ട് ഭഗവാൻ അവിടെ നിന്ന് എണീക്കില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ ഞങ്ങളെ വിശ്വസിക്കണം. എനിക്ക് മനസ്സിലായി, നിങ്ങൾ അങ്ങനെ കള്ളം പറഞ്ഞ് എന്നെ പിടിക്കാനല്ലേ, എന്നെ അടിക്കാനല്ലേ, ഞാൻ ഒരിക്കലും ഞാൻ വരണം. അയ്യോ അങ്ങനല്ല, ഭഗവാനാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ കൊണ്ടൊക്കെ ആണയിട്ട് അങ്ങനെ കിട്ടയ്ക്ക് മനസ്സമാധാനായി. കിട്ട പറഞ്ഞു, എന്നാ ഞാൻ വരാം, നിങ്ങൾ മുമ്പേ പൊയ്ക്കോളൂ, ഞാൻ വന്ന് കരിക്കും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം കരിക്ക് വീണ്ടും തെങ്ങി കയറി കരിക്കെല്ലാം വെട്ടി ചെത്തി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഭഗവാനെ നിവേദിച്ചു. നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ എണീറ്റു. ഭഗവാനെ ഈസിയായിട്ട് പോലെ ഭഗവാനെ പൊക്കി പുറത്തിരുത്തി അങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോയി. അപ്പോ ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഭഗവാന് ഈ പറയുന്ന ജാതി ചിന്തയോ അങ്ങനെയൊന്നുമില്ല. ഭഗവാന് നമ്മുടെ ഉള്ളിലെ മനസ്സാണ് വേണ്ടത്, നമ്മുടെ ആ ഭാവമാണ് വേണ്ടത്. ഇതുപോലെ തന്നെ കർണാടകത്തിൽ ഉടുപ്പി ക്ഷേത്രത്തിൽ ഇതേപോലെ ഒരു സംഭവം, അത് നിങ്ങൾക്കറിയാം, കനകദാസൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ, മഹാഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കൃഷ്ണാനീ ബേഗേന ബാരോ എന്നൊക്കെയുള്ള കീർത്തനമൊക്കെ രചിച്ചത്. അദ്ദേഹത്തിന്റെ അത് മാത്രമല്ല, അതിനെക്കാട്ടിയും മനസ്സിനെ തൊട്ടുണർത്തുന്ന ആർദ്രമായ കുറേ കീർത്തനങ്ങളുണ്ട്. അതൊന്നും അത്ര ഫേമസ് ആയില്ല. ഈ പാട്ടാണ് വളരെ ഫേമസ് ആയത്. പക്ഷെ ഇതിനെക്കാട്ടിയും കുറേ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ഗാനങ്ങളുണ്ട്. ഞാൻ 1-2 കേട്ടിട്ടുണ്ട്. അത് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ വരും, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോ അദ്ദേഹം ഇതുപോലെ തന്നെ, അദ്ദേഹത്തിന് താഴ്ന്ന ജാതിക്കാരനാണ്. അദ്ദേഹത്തിന് ഭഗവാനെ കാണണമെന്നുണ്ട്. കാണാൻ ഒരിക്കലും അമ്പലത്തിനകത്തേക്ക് കയറാൻ നിവർത്തിയില്ല. അങ്ങനെ ഒരു ദിവസം ഉത്സവം നടന്നപ്പോൾ അദ്ദേഹം വേഷം മാറി അദ്ദേഹം വേറെ പുറത്തുനിന്ന് ഒത്തിരി ആൾക്കാർ വരുന്നതിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹവും കൂടി
അകത്ത് കടന്നപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടുപിടിച്ചു. ആരോ കണ്ടുപിടിച്ചു ഇദ്ദേഹം കനകദാസാണെന്ന് മനസ്സിലാക്കുകയും അവിടെ പിടിച്ച് അടിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ഭഗവാനെ ദർശനം എടുക്കാനാവാതെ പുറത്തേക്ക് പോയി. എന്തു പറ്റി? പുറത്ത് നിന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി. ഭഗവാനെ, എനിക്ക് അങ്ങേ കാണാൻ വേണ്ടി ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ അടികൊണ്ട്, എനിക്ക് അതിൽ വിഷമില്ല, പക്ഷെ എനിക്ക് അങ്ങേ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭയങ്കരമായി ഒരു ഇടി പോലെ ഒരു സൗണ്ട് കേട്ടു. ആ അദ്ദേഹം നിന്ന ഭാഗത്തുള്ള മതിൽ മൊത്തം പൊളിഞ്ഞു മാറുകയും ഭഗവാൻ തന്നെ സ്വയം തിരിഞ്ഞു നിന്നു. ഇന്നും അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ വിഗ്രഹം നിൽക്കുന്നത്. ഒരിക്കലും വാസ്തുപ്രകാരം അങ്ങനെ അമ്പലത്തിൽ നിൽക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ ഭഗവാനായിട്ട് തന്നെ വാസ്തു എല്ലാം തെറ്റിച്ചുകൊണ്ട് തന്റെ ഭക്തന് ദർശനം കൊടുത്ത ഒരു അമ്പലമാണ് ഉടുപ്പിയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം. നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം. ഇവിടുന്ന് നമ്മുടെ ഹരേകൃഷ്ണ ആശ്രമത്തിൽ നിന്ന് ഉടുപ്പിയിലേക്ക് ജസാക്ഷി പ്രഭുവിന്റെ നേതൃത്വത്തിൽ ട്രിപ്പ് വച്ചിട്ടുണ്ട്. 2 മാസത്തിനകത്തുണ്ടാവും. പേര് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് പേര് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഈ പറയുന്ന കനകദാസന്റെ കഥ ആയിക്കോട്ടെ, കിട്ടയുടെ കഥ ആയിക്കോട്ടെ, ഇതുപോലെ ഒത്തിരി കഥകൾ നമ്മുടെ ഉത്തരേന്ത്യൻ കഥകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ എന്തായാലും സമയം തീരാറായി. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താൻ തോന്നുന്നു. പിന്നെ ഈ ഗുണങ്ങൾ, 3 ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആഹാരം മുതൽ നമ്മുടെ ചിന്തകള്, നമ്മുടെ സംസാരങ്ങള്, നമ്മുടെ എന്താ പറയാ നമ്മുടെ പ്രവൃത്തികള് എല്ലാത്തിലും ഈ 3 ഗുണങ്ങൾ കയറി ഇറങ്ങി വരാറുണ്ട്. അതിൽ ഈ സത്വ ഗുണം എന്ന് പറയുമ്പോൾ തികച്ചും ബ്രാഹ്മണര്, രജോ ഗുണം മൊത്തം ഈ ക്ഷത്രിയ ആൾക്കാര്, പിന്നെ വൈശ്യര് എന്ന് പറയുമ്പോൾ ഈ രണ്ടും കൂടെ ഇടകലർന്നതാണ്. ഏത് രജസ്തമോ ഗുണങ്ങൾ എന്ന് പറഞ്ഞതാണ് വൈശ്യര്, വ്യാപാരികളൊക്കെ. തമോ ഗുണ പ്രധാനികളാണ് ശൂദ്രര്. അപ്പോൾ ഈ ഗുണങ്ങള് ഇങ്ങനെയാണെങ്കിലും ഒരു ഭക്തന് ഇതൊന്നും ബാധകമല്ല. ഭക്തന് ജാതിയോ മതമോ ഒന്നുമേ ഭക്തനെ ബാധിക്കുന്നതേ അല്ല. അയാള് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരനായി, അയാള് ബ്രാഹ്മണനെക്കാട്ട് ഉയർന്നവനായി, അയാൾക്ക് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നിർത്താമെന്നും തോന്നുന്നു. സമയമായി. ഹരേ കൃഷ്ണ. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ കമന്റുകളോ എന്തെങ്കിലും കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. വളരെ സന്തോഷം. നന്ദിയുണ്ട് പ്രഭു. നന്ദിയുണ്ട്. വളരെ നന്ദി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ ഗുരുജി. പ്രഭു പറഞ്ഞോളൂ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു ഗുരുജി. ഈ യേശുദാസിന്റെ അത് മാത്രം ഭഗവാൻ പരിഗണിക്കാത്ത അത് അങ്ങനെ വല്ല ഉണ്ടാ? യേശുദാസിനെ ഇതുവരെ അമ്പലത്തിൽ കയറ്റിയിട്ടില്ലല്ലോ. അതെ അതെ അതെ. അത് ശരിക്കും അത് ചിലപ്പോ യേശുദാസിനെ ഇപ്പൊ ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രം ഇതുപോലുള്ള ചില ക്ഷേത്രങ്ങളെല്ലാം അന്യമതസ്ഥർക്ക് പ്രവേശനമില്ലെന്ന് പണ്ട് കാലം മുതലേ ഉള്ള ഒരു സങ്കല്പമാണ്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അത് ബാധകമാണ്. അപ്പൊ ചോദിക്കും, ഇതൊന്നും ആൾക്കാർ കയറുന്നില്ലെന്ന് ചോദിക്കും. ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ കയറുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ഇത് കയറ്റാൻ പാടില്ല എന്ന് ഞാൻ ചോദിച്ചത്. ഭഗവാന് കയറ്റണമെങ്കിൽ കയറ്റാം. പക്ഷെ ഈ പറഞ്ഞ ഒരു റൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ അത് ഭഗവാനായിട്ട് ഇനി തെറ്റിക്കണമെന്നുള്ള ചിന്ത എന്താണെന്ന് അറിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇത് ഈ പണ്ട് അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രങ്ങളിലൊക്കെ അവർ ഈ അശുദ്ധിയായിട്ടുള്ള തുണികള്, മീനിന്റെയും പിന്നെ മൃഗങ്ങളുടെയൊക്കെ മാംസം, തോല് ഇതൊക്കെ എടുത്ത് എറിയുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അത് അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഒരു കൊച്ചുകുട്ടി മൂത്രമൊഴിച്ചാൽ പോലും പിന്നെ അതിന് ഭയങ്കര ശുദ്ധിയൊക്കെ ഉള്ള ഒരു ചിട്ടകളാണ് നമുക്കുള്ളത്. അപ്പൊ ഇതൊക്കെ വന്നപ്പോ അവരിൽ നിന്നും ഒരു അകൽച്ച വരുത്താൻ വേണ്ടി ആവണം അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു അന്യമതസ്ഥർക്കൊക്കെ ഒരു നിരോധനം ഏർപ്പെടുത്തിയത്. പക്ഷെ യേശുദാസ് തീർച്ചയായിട്ടും അദ്ദേഹം മഹാഭക്തനാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഭഗവാനെ എപ്പോഴും മനസ്സിൽ കാണുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ് ഗുരുവായൂരിലും അല്ലെങ്കിൽ ശബരിമലയിലും മറ്റു ദേവി ദേവന്മാരുടെ ഒക്കെ എന്താ പറയും പോലെ ഉറക്കമുണരുന്നത് പോലും. സുപ്രഭാതങ്ങളെല്ലാം മിക്കവാറും യേശുദാസിന്റെ പാട്ടുകളാണ്. അദ്ദേഹം മഹാഭക്തനാണ്. പിന്നെ ഈ പറയുന്ന പോലെ
അതൊരു എന്തോ പറഞ്ഞല്ലോ, എന്താണ് എനിക്കറിയില്ല അത്. പക്ഷേ യേശുദാസ് അല്ലാതെ വേറൊരാളായിട്ട് അദ്ദേഹത്തിനകത്ത് പോകാമായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹം ആ രൂപമൊക്കെ ഒന്ന് മാറ്റി വേണമെങ്കിൽ ദർശനം എടുക്കാമായിരുന്നു. കാരണം അങ്ങനെ ഒത്തിരി പേര് ഇപ്പം പത്മനാഭ സംക്ഷേത്രത്തിൽ ധാരാളം മുസ്ലിങ്ങളടക്കം വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നാലും പക്ഷേ ഈ പറയുന്ന പോലെ നമുക്കൊരു വിഷമം തോന്നും. യേശുദാസിനെ കയറ്റാമായിരുന്നു എന്ന് പ്രഭു ചോദിച്ചതുപോലെ തന്നെയാണ് എന്റെ മനസ്സിലും ഉള്ളത്. അല്ല, അവിടെ അവിടെ ഒരു മുസ്ലിം യുവതി കൃഷ്ണന്റെ ഭഗവാന്റെ ഫോട്ടോ എല്ലാ മാസവും കൊണ്ട് വയ്ക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവസ്വം അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതെ അതെ അതെ, ഞാനും അത് കാണുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ആ കുട്ടിയുടെ ഇത് കാണുന്നുണ്ട്. അവരും ഈ പറഞ്ഞ പോലെ വലിയ ഭക്തയാണ്. എന്തായാലും ഗുരുവിന്റെയും പ്രഭുപാദിന്റെയും ഒക്കെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയത്. ശരിക്കും ഞാൻ ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ശരിക്കും എന്റെ കഴിവൊന്നുമില്ല ഇതില്. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതെല്ലാം ഗുരുവിന്റെയും പ്രഭുപാദിന്റെയും ഭക്തരുടെയും ഒക്കെ ഭഗവാന്റെയും ഒക്കെ കാരുണ്യമാണ്. എന്തായാലും നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, വളരെ സന്തോഷം, വളരെ നന്ദി പ്രഭു. ആഴ്ചയ്ക്ക് ഒരു ദിവസം പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് വേണം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം പ്രഭു. നന്ദി പ്രഭു. രാവിലെ ഇതേ ലിങ്കില് എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവതം ശ്രവിക്കാവുന്നതാണ്. 8 മുതൽ 9 മണി വരെ. വൈകുന്നേരം ചൈതന്യ ചരിതാമൃതം ഞായർ ഒഴിച്ചുള്ള ദിവസം സെയിം ലിങ്കിലാണ്. എല്ലാ ഭക്തജനങ്ങളും ദയവായി വരിക. നിങ്ങളുടെ ഭക്തമാരുടെ ഗ്രൂപ്പുകളിൽ ദയവായി ഷെയർ ചെയ്താൽ. വളരെ നന്ദി പ്രഭുജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു.